തീരെ ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുക്ക് ട്രെയിനിങ്ങിന് വരുന്ന ആളുകളുണ്ട്. അവരിൽ ചിലർ പറയും, ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഒരുപാട് വർഷങ്ങളായി, അന്ന് എന്തൊക്കെയോ കുറച്ചൊക്കെ ഓടിച്ചിരുന്നു, പിന്നീട് എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. അത്തരം ആളുകൾക്ക് ഞാൻ ചില കാര്യങ്ങൾ ആദ്യം കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്നറിയോ? സീറ്റിന്റെ അറേഞ്ച്മെന്റ് ആണ്, അതിന്റെ സെറ്റിംഗ് ആണ്. ആ സെറ്റിംഗ് മാത്രം കറക്റ്റാക്കി കൊടുത്തിട്ട് ചിലവരോട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പറയും. ആ ഒരു സമയത്ത് അവർ നല്ല ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു വന്നത്, സീറ്റിംഗ് പ്രോപ്പർ ആവാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സെറ്റിംഗ് പ്രോപ്പർ ആവാത്തത് കൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കറിയില്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് സീറ്റ് സെറ്റ് ചെയ്യേണ്ടത് എന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിശയം തോന്നും. ഇങ്ങനെ പലരും എന്റെ ട്രെയിനിങ്ങിന് വന്നതിന് ശേഷം അതിശയപ്പെട്ടിട്ടുണ്ട്. ഓ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ കാര്യം, ഇതുകൊണ്ടാണല്ലേ എനിക്ക് കറക്റ്റായിട്ട് ഇതുവരെ ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തത് എന്ന് പോലും ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ സീറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. പല ആളുകളും പറയാറുണ്ട്, ബ്രേക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ കിട്ടുന്നില്ല, അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ കൂടുതലാകുന്നു. മിക്കവാറും ഓട്ടോമാറ്റിക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു കംപ്ലൈന്റ് പറയാറുള്ളത്. ഇതാണ് എന്റെ പ്രശ്നം, അതുകൊണ്ട് തന്നെ ഞാൻ ഹൈവേയിലൊന്നും ഡ്രൈവ് ചെയ്ത് പോകാറില്ല, തിരക്കില്ലാത്ത റോഡുകളിൽ മാത്രം ഡ്രൈവ് ചെയ്യുമെന്ന്. ഇത്തരം ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയോ? നമ്മളെ ബ്രേക്ക് ചവിട്ടുന്നത് കാൽപാദത്തിന്റെ ഏത് ഭാഗം കൊണ്ടായിരിക്കണം അറിയാമോ നിങ്ങൾക്ക്? മിക്ക ആളുകളും, ഇത്തരം തെറ്റ് ചെയ്യുന്ന മിക്ക ആളുകളും ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാൽപാദത്തിന്റെ നടുഭാഗം കൊണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് എപ്പോഴും കൂടുതലായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ കാലിന്റെ വിരലിന്റെ ഭാഗം കൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇത് ഞാൻ പല ആളുകളെ കൊണ്ടും പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നത്. ഇത് മാത്രം ശരിയാക്കുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഇനിയൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഈ പറഞ്ഞ കാര്യം. അപ്പോൾ വിരലിന്റെ ഭാഗം കൊണ്ട് കൃത്യമായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് അപ്ലൈ ചെയ്യാൻ കഴിയും. അതിന് പകരം കാൽപാദത്തിന്റെ നടുഭാഗം കൊണ്ടാണ് ചവിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇതേപോലെ തന്നെയാണ് ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യേണ്ടതും. ഇതും പലർക്കും കൂടിപ്പോവും, കൂടുതൽ ആക്സിലേറ്റർ ആയി പോകുന്നു എന്ന കംപ്ലൈന്റ് ആണ് പലർക്കും. അങ്ങനെയുള്ളവര് വിരലിന്റെ ഭാഗം കൊണ്ട് ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യാൻ നോക്കൂ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് കൺട്രോൾ ആവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്പീഡ് കൂട്ടാനും കുറക്കാനും നിങ്ങൾക്ക് കഴിയും. ഇനി ഈ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യും. ഇപ്പൊ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി കൊല്ലം ജില്ലയിലാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ.